ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. നമുക്കിന്ന് കാറൽ സാൻബർഗ് എഴുതിയ ഗ്രാസ് എന്ന കവിത ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഗ്രാസ് എന്ന കവിത അദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എഴുതിയതാണ്. അത് പബ്ലിഷ് ചെയ്തത് 1918. അപ്പോൾ നമുക്ക് തുടങ്ങാം. Pile the bodies high at Austerlitz and Waterloo. Shovel them under and let me work. I am the grass, I cover all. അപ്പോൾ ഇവിടെ ഒരു പെർസോണിഫിക്കേഷൻ ഉണ്ട്. ഗ്രാസ് അതായത് പുല്ലിന് ഹ്യൂമൻ ക്വാളിറ്റീസ് നൽകിക്കൊണ്ട്, അതായത് പുല്ല് സംസാരിക്കുന്നു, കമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു എന്നെല്ലാം കവി ഇവിടെ ചിത്രീകരിക്കുവാണ്. അപ്പം ഫസ്റ്റ് ലൈൻ തന്നെ നോക്കിക്കേ. പൈൽ ദ ബോഡീസ് ഹൈ അറ്റ് ആസ്റ്റർലിറ്റ്സ് ആൻഡ് വാട്ടർലൂ. ആസ്റ്റർലിറ്റ്സും വാട്ടർലൂവും ബാറ്റിൽ ഫീൽഡ്സ് ആണ്. കവി ഇവിടെ എത്ര ആളുകൾ യുദ്ധത്തിൽ മരിച്ചുവെന്നൊരു ചിത്രം കാണിക്കുവാണ്. കൂമ്പാരം അതായത് പൈൽ എന്ന വാക്ക് മരണത്തിൻ്റെ ഭീകരതയും അനവധി ജീവൻ നഷ്ടപ്പെട്ടതും സൂചിപ്പിക്കുന്നു. എന്താണ് ഈ വരിയിലൂടെ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ആ ക്രൂവലിറ്റി, അതുപോലെ റിപ്പീറ്റഡ് വയലൻസ് ഓഫ് ഹിസ്റ്ററിയാണ്. രണ്ടാമത്തെ വരിയിലോട്ട് പോവാം. ഷവൽ ദം അണ്ടർ ആൻഡ് ലെറ്റ് മീ വർക്ക്. അപ്പം അവരെ ബറി ചെയ്യൂ, അവരുടെ ശരീരങ്ങൾ മണ്ണിട്ട് മൂടൂ. അപ്പോൾ ഗ്രാസ് എന്താണ് ഇവിടെ പറയുന്നത്? എൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. ലെറ്റ് മീ ഡു മൈ ജോബ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പുല്ല് എന്നത് പ്രകൃതിയെയും സമയത്തെയും പ്രതിനിധീകരിക്കുന്നു. അതായത് യുദ്ധത്തിൻ്റെ മുറിവുകൾ മായ്ക്കുന്ന ശക്തിയാണ്. അപ്പോൾ പുല്ല് പറയുന്നത് എന്താണ്? മനുഷ്യർ യുദ്ധം ചെയ്ത് പരസ്പരം കൊല്ലുന്നു. അതുപോലെ പക്ഷേ എന്താണ് പ്രകൃതി, അതായത് പുല്ല് quietly covers everything. It hides all signs of destruction. ഈ വരിയിലൂടെ എന്താണ് മനസ്സിലാക്കി തരുന്നത്? Time and nature erase the evidence of war. I am the grass, I cover all. അപ്പോൾ യുദ്ധത്തിൽ എത്ര ആളുകൾ മരിച്ചാലും, ഭൂമിയിൽ എത്ര നാശം സംഭവിച്ചാലും, സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഗ്രാസ് ഇവൻച്വലി ഗ്രോസ് ഓവർ ദ ലാൻഡ്. യുദ്ധഭൂമി വീണ്ടും സമാധാനമുള്ള പച്ചപ്പുള്ള സ്ഥലമായി മാറുന്നു. അപ്പോൾ ഇതിലൂടെ കവി എന്താ പറയുന്നത്? പുല്ല് മൂടിയാൽ മനുഷ്യർ യുദ്ധത്തിൻ്റെ വേദനയും ഭീകരതയും മറക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദേ മൂവ് ഓൺ ആസ് ഇഫ് നത്തിങ് ഹാപ്പൻഡ്. ആൻഡ് പൈൽ ദം ഹൈ അറ്റ് ഗെറ്റിസ്ബർഗ് ആൻഡ് പൈൽ ദം ഹൈ അറ്റ് ഇപ്രീസ് ആൻഡ് വേർഡൻ. ഈ ഗെറ്റിസ്ബർഗ് എന്ന് പറയുന്നത് അമേരിക്കൻ സിവിൽ വാർ ബാറ്റിൽ ഫീൽഡാണ്. അതുപോലെ ഇപ്രീസ് ആൻഡ് വേർഡൻ എന്നത് വേൾഡ് വാർ ഫസ്റ്റ് ബാറ്റിൽ ഫീൽഡാണ്. അപ്പോൾ ലോക യുദ്ധങ്ങളിലുണ്ടായ ആയിരക്കണക്കിന് മരണങ്ങൾ കവി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. കാലം മാറുന്നു, പക്ഷേ മനുഷ്യരുടെ യുദ്ധവും അതുമൂലമുണ്ടാകുന്ന നാശവും മാറുന്നില്ല. ഡിഫറെൻറ്റ് വാർസ് സംഭവിക്കുന്നു, അത് ഡിഫറെൻറ്റ് കൺട്രീസിൽ നടക്കുന്നു. ഇതിൻ്റെ എല്ലാം അവസാനം എന്താണ്? ദ സെയിം ട്രാജഡി, ഡെത്ത്. അപ്പോൾ യുദ്ധങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന സത്യം കവി ഇവിടെ എടുത്തു കാട്ടുന്നു. ഷവൽ ദം അണ്ടർ ആൻഡ് ലെറ്റ് മീ വർക്ക്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ലൈനാണ്. ഇതിന് മുമ്പായിട്ട് 2 years, 10 years and passengers ask the conductor, what place is this, where are we now? 2 വർഷം 10 വർഷം കഴിഞ്ഞ് യാത്ര ചെയ്യുന്നവർ കണ്ടക്ടറോട് ചോദിക്കുന്നു. അത് ഡീപ്പ് മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയം കഴിഞ്ഞപ്പോൾ യുദ്ധത്തിൻ്റെ, ഇല്ലെങ്കിൽ കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കാലം കഴിഞ്ഞപ്പോൾ യുദ്ധത്തിൻ്റെ അടയാളങ്ങൾ എല്ലാം പച്ച മൂടി ആ സ്ഥലം യുദ്ധഭൂമിയായി തോന്നിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു അവിടെ? പീപ്പിൾ ഫോർഗെറ്റ് ഹിസ്റ്ററി, ന്യൂ ജനറേഷൻസ് ഡു നോട്ട് നോ വാട്ട് ഹാപ്പൻഡ് ഓൺ ദാറ്റ് ലാൻഡ്. മനുഷ്യരുടെ മറവിയും അവഗണനയുമാണ് കവി ഇവിടെ കാണിച്ചു തരുന്നത്. ഇത് ഏത് സ്ഥലമാണ്? അത് ഈ പച്ചപ്പുള്ള സ്ഥലം ഒരിക്കൽ രക്തം നിറഞ്ഞ യുദ്ധഭൂമിയായിരുന്നു എന്ന് ആരും തിരിച്ചറിയുന്നില്ല. വേർ ആർ വി നൗ? ഇപ്പോൾ നാം എവിടെയാണ്? അതായത് യുദ്ധഭൂമി ഇപ്പോൾ സാധാരണ സ്ഥലമായി മാറി. മനുഷ്യർ വികാരങ്ങളും വേദനയും മറന്നു. അപ്പോൾ ഇവിടെ 3 പോയിന്റ്സ് ഉണ്ട് ഡീപ്പ് മീനിങ്ങിൽ നോക്കുവാണെങ്കിൽ. അതായത് മെമ്മറി ഓഫ് വാർ ഡിസപ്പിയർ ആകുന്നു, പീപ്പിൾ ബിക്കം ഡിസ്കണക്റ്റഡ് ഫ്രം ദ പാസ്റ്റ്, ഹിസ്റ്ററി ഗെറ്റ്സ് ഇറേസ്ഡ് ബൈ ടൈം ആൻഡ് നേച്ചർ. അപ്പോൾ ഈ കവിതയിലൂടെ കവി എന്ത് മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്? ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുദ്ധത്തിൻ്റെ ഭീകരത മനുഷ്യൻ മറന്നാൽ അവർക്ക് യുദ്ധത്തിൻ്റെ വില മനസ്സിലാകില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ വീണ്ടും യുദ്ധം സംഭവിക്കാം. രണ്ടാമത്തെ ഒരു മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രം മറക്കരുത്. അതായത് യുദ്ധത്തിൽ മരിച്ചവരെ മറന്നാൽ അവരുടെ ത്യാഗങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ സാക്രിഫൈസസ് മീനിങ്ലെസ് ആകും. നമുക്ക് തീംസ് ഡിസ്കസ് ചെയ്യാം. ഒരു 8 തീംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഒന്നാമത് ഫോർഗെറ്റിംഗ് ദ പാസ്റ്റ്. മനുഷ്യർ യുദ്ധത്തിൻ്റെ ഭീകരത പെട്ടെന്ന് മറന്നു പോകുന്നു. രണ്ടാമത് നേച്ചേഴ്സ് പവേഴ്സ് ടു ഹീൽ ആൻഡ് ഹൈഡ്. ഈ ഹീൽ എന്ന് പറയുമ്പം നേച്ചറിൻ്റെ പവർ ടു ഹീൽ വൂണ്ട്. അതുപോലെ ഹൈഡ് എന്ന് പറയുമ്പം നേച്ചറിൻ്റെ പവർ ടു ഹൈഡ് ദ ട്രൂത്ത്. അപ്പോൾ പുല്ല് വളരുമ്പോൾ യുദ്ധത്തിൻ്റെ അടയാളങ്ങൾ മുഴുവൻ കാണാതാകും. ഇനി മൂന്നാമത്തെ ഒരു തീം ദ സൈക്കിൾസ് ഓഫ് വാർ. അതായത് റിപ്പീറ്റഡ് വയലൻസ് ആണ് നടക്കുന്നത്. യുദ്ധങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, യുദ്ധവും മരണവും തുടരുന്നു. ഇനി നാലാമതൊരു തീം ഡെത്ത് ആൻഡ് മാൻസ് ഡിസ്ട്രക്ഷൻ. യുദ്ധം അനവധി മരണങ്ങൾ ഉണ്ടാക്കുന്നു. ഓരോ യുദ്ധഭൂമിയും മനുഷ്യ ദുഃഖത്തിന്റെ സ്മാരകമാണ്. അഞ്ചാമതൊരു തീമാണ് ഇറേസർ ഓഫ് ഹിസ്റ്ററി. പുല്ല് അതായത് പ്രകൃതി എന്ത് ചെയ്യുന്നു? കവേഴ്സ് എവറിത്തിങ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മനുഷ്യർക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയാതെ പോകുന്നു. ആറാമത്തെ ഒരു തീം നമുക്ക് ഇൻഡിഫറൻസ് ആൻഡ് ഹ്യൂമൻ കെയർലെസ്നെസ് എന്നതെടുക്കാം. പീപ്പിൾ ബിക്കേം കെയർലെസ് ആൻഡ് ഇൻസെൻസിറ്റീവ് ടുവേർഡ് ദ സഫറിങ് ഓഫ് അതേഴ്സ്. ഇത് ഏത് സ്ഥലമാണ് എന്ന് ചോദിക്കുന്നവർക്ക് യുദ്ധത്തിൻ്റെ വേദനയെക്കുറിച്ച് ഒരു ധാരണയില്ല. ദ ഡോണ്ട് കെയർ അബൌട്ട് ദ പാസ്റ്റ്. ഇനി അടുത്തൊരു തീം ടൈം ആസ് എ പവർഫുൾ ഫോഴ്സ്. സമയം എല്ലാം മാറ്റുന്നു. ടൈം ചേഞ്ചസ് എവറിത്തിങ്. മെമ്മറി വേഴ്സ് ഒബ്ലിവിയൻ ഒരു അടുത്ത തീമാണ്. അതായത് മെമ്മറി വേഴ്സ് ഫോർഗെറ്റിംഗ്. ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് എന്ത് തമ്മിലാണ്? ബിറ്റ്വീൻ റിമെമ്പറിങ് ദ പാസ്റ്റ് ആൻഡ് ഫോർഗെറ്റിംഗ് ഇറ്റ്. ഓർമ്മയും മറവിയും തമ്മിലുള്ള ഒരു പോരാട്ടം. അപ്പോൾ ഗ്രാസ് എന്താണ് ചെയ്യുന്നത്? പുല്ല് മറയ്ക്കുന്നു. ഗ്രാസ് എൻകറേജസ് ഫോർഗെറ്റിംഗ്. മനുഷ്യർ എന്ത് ചെയ്യണം? മനുഷ്യർ ഓർക്കണം. ഹ്യൂമൻ മസ്റ്റ് റെസിസ്റ്റ് ഇറ്റ് ആൻഡ് റിമെമ്പർ. I hope you are clear with this explanation. Thank you. Have a nice day.